السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل الحمد لله وسلام على عباده الذين اصطفى. الله خير أما يشركون. أمن خلق السماوات والأرض وأنزل لكم من السماء ماء فأنبتنا به حدائق ذات بهجة. ما كان لكم أن تنبتوا شجرها أإله مع الله بل هم قوم يعدلون. ഏറെ സ്നേഹമുള്ള സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടാവും സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ സകലമാന മേഖലകളിലും സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും പഠിച്ച് അത് ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിൻ്റെ പ്രീതി ലഭിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകാൻ അള്ളാഹു നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ നിങ്ങളെ ഓതിക്കേൽപ്പിച്ച സൂറത്തു നംലിലെ 2 ആയത്തുകൾ, അതിനോട് തുടർന്നുകൊണ്ടുള്ള ഏതാനും ചില ആയത്തുകൾ, ഈ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 5 ആയത്തുകളിലും ഒരേ ചോദ്യം അല്ലാഹു നമ്മോട് ചോദിക്കുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ ആ ഭാഗം നാം പാരായണം ചെയ്യുമ്പോഴും അതുപോലെ പാരായണം ചെയ്ത് കേൾക്കുമ്പോഴും അതിനുള്ളൊരു ഉത്തരം നാം നൽകേണ്ടതുണ്ട്. കൃത്യമായ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായൊരു ഉത്തരം
നാം ഓരോരുത്തരും നൽകേണ്ടുന്ന ഒരു ചോദ്യമാണത്. ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടുമായി അള്ളാഹുവിന്റെ ചോദ്യമാണത്. തൊട്ടു മുമ്പ് ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം പറഞ്ഞ് തുടർന്നാണ് അള്ളാഹു ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇവിടെ ഒന്നാമതായി അള്ളാഹു ചോദിക്കുന്നത്, അള്ളാഹു പറയുന്നത്, ഖുൽ, പ്രവാചകരെ പറയുക, അൽഹംദുലില്ലാഹി വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ, സർവസ്തുതിയും അള്ളാഹുവിനാണ്. വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ, അള്ളാഹു തെരഞ്ഞെടുത്ത അവന്റെ ദാസന്മാരുടെ മേൽ സമാധാനമുണ്ടാകട്ടെ. അല്ലാഹു ഖൈറുൻ അമ്മാ യുശ്രികൂൻ, അല്ലാഹു ഖൈറുൻ, അല്ലാഹുവാണോ ഖൈറ്, അതല്ല അമ്മാ യുശ്രികൂൻ, അവർ ആരെയൊക്കെ അള്ളാഹുവിന് പങ്കുകാരായി സങ്കല്പിക്കുന്നുണ്ടോ അവരാണോ ഖൈറ്, അതല്ല അള്ളാഹുവാണോ ഖൈറ്. ഇതാണ് അതിന്റെ തുടക്കത്തിലുള്ള ആയത്ത്. ആയത്തിലൂടെ അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന, അല്ലാഹുവല്ലാത്തവരുടെ മേലിൽ തവക്കുലാക്കുന്ന, അത്തരത്തിലുള്ള എന്തൊക്കെ ശിർക്കുകൾ ആരൊക്കെ ചെയ്യുന്നുണ്ടോ അത് ആർക്കൊക്കെ ആ അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ഇത്തരം കാര്യങ്ങൾ ആർക്കൊക്കെ അവർ നൽകുന്നുണ്ടോ അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു ചോദിക്കുന്നത്, അവരാണോ ഖൈറ്, അതല്ല അള്ളാഹുവാണോ. എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയുകയാണ്, ആരാണ് അള്ളാഹു, എന്തുകൊണ്ടാണ് അവരെക്കാൾ എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ പ്രാർത്ഥനക്ക് അർഹൻ, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ യോഗ്യൻ, നിങ്ങളുടെ എല്ലാവിധ ആരാധനകളും അർപ്പിക്കാനുള്ള യോഗ്യതയുള്ളവൻ അള്ളാഹു മാത്രമാണ് എന്ന് എന്തുകൊണ്ട് അള്ളാഹു അവകാശപ്പെടുന്നു? അതിനുള്ള ചില സൂചനകളാണ് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു നമ്മോട് ചോദിക്കുന്നത്. അമ്മൻ ഖലഖസ് സമാവാതി വൽ അർള, ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാണോ? ആരാണ് ആകാശഭൂമി സൃഷ്ടിച്ചത്? മക്കയിലെ മുശ്രിക്കുകൾ അംഗീകരിക്കുന്ന കാര്യമാണ് അത് അള്ളാഹുവാണെന്നുള്ളത്. വിശുദ്ധ ഖുർആനിന്റെ അവതരണ കാലത്തുണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസികളായ ആളുകൾ എന്നല്ല, അതിനു മുമ്പ് കഴിഞ്ഞു പോയ സമൂഹത്തിലെയും പ്രവാചകന്മാരുടെ സമൂഹത്തിലെയും ആളുകൾ അവരൊക്കെയും അംഗീകരിച്ചിരുന്നു, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിൽ ഒരു വലിയനോ ഒരു സിദ്ധനോ ഒരു വ്യക്തിക്കോ യാതൊരു പങ്കുമില്ല എന്നുള്ള കാര്യം അവരൊക്കെ അംഗീകരിച്ചിരുന്ന കാര്യമാണ്. അതുകൊണ്ട് അല്ലാഹു ചോദിക്കുന്നു, വഅൻസല ലക്കും മിനസ് സമാഇ മാഅൻ, നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കി തന്നവനും, ഫഅംബത്നാ ബിഹി ഹദായിഖ ദാത ബഹ്ജത്തിൻ, അതിമനോഹരമായ തോട്ടങ്ങളുള്ള സസ്യങ്ങൾ മുളപ്പിച്ചവൻ ആരാണ്? മാ കാന ലക്കും അൻ തുംബിതു ശജറഹാ, ആ തോട്ടങ്ങളിൽ വൃക്ഷങ്ങളെ മുളപ്പിക്കാൻ, ചെടികളെ മുളപ്പിക്കാൻ അവർക്കൊന്നും സാധ്യമല്ല. നിങ്ങൾ ആരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ അവർക്കൊന്നും സാധ്യമല്ല. എന്ന് അല്ലാഹു ചോദിക്കുന്നു, അഇലാഹും മഅല്ലാഹ്, ഇതൊക്കെ സൃഷ്ടിച്ച, ഇതൊക്കെ സംവിധാനിച്ച, മഴ വർഷിപ്പിക്കുന്ന ആ അല്ലാഹുവോടൊപ്പം വേറെയും ചില ഇലാഹുകളെ നിങ്ങൾ സങ്കല്പിക്കുകയാണോ? ബൽഹും ഖൗമുൻ യഅദിലൂൻ, എങ്കിൽ അവർ സമന്മാരെ സങ്കല്പിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ വഴിതെറ്റിപ്പോകുന്ന ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗം ആ ആയത്ത് അല്ലാഹു അവസാനിപ്പിക്കുന്നു. തുടർന്ന് രണ്ടാമത് ചോദിക്കുന്നു, അമ്മൻ ജഅലൽ അർള ഖറാറൻ വജഅല ഖിലാലഹാ അൻഹാറൻ വജഅല ലഹാ റവാസിയ,
ഭൂമിയെ നിങ്ങൾക്കുള്ള വാസസ്ഥലമാക്കി തന്നു. അതുപോലെ തന്നെ ആ ഭൂമിയിൽ അതിലൂടെ അള്ളാഹു നദികളെ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നു. വജഅല ലഹാ റവാസിയ, ആ ഭൂമിയിൽ അള്ളാഹു പർവ്വതങ്ങളെ ആണികളാക്കി നിങ്ങൾക്ക് വേണ്ടി അവൻ സ്ഥാപിച്ചിരിക്കുന്നു. വജഅല ബൈനൽ ബഹ്റൈനി ഹാജിസൻ, രണ്ട് സമുദ്രങ്ങൾക്കിടയിൽ ഒരു മറ അള്ളാഹു സൃഷ്ടിച്ചു. ഉപ്പ്, കഠിനമായ ഉപ്പ് രുചിയുള്ള വെള്ളവും ശുദ്ധമായ വെള്ളവും തമ്മിൽ കൂടിക്കലരാത്ത വിധം അള്ളാഹു രണ്ടിനുമിടയിൽ ഒരു മറ സൃഷ്ടിച്ചു. എന്നിട്ട് ചോദിക്കുന്നു, ഇങ്ങനെയൊക്കെ നൽകിയ അള്ളാഹുവോടൊപ്പം വേറെയും ഇലാഹുകളുണ്ടോ? ബൽ അക്സറുഹും ലാ യഅലമൂൻ, എന്നാൽ അവർ അധികം ആളുകളും കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല, ചിന്തിക്കുന്നില്ല, പഠിക്കുന്നില്ല. വീണ്ടും ചോദിക്കുന്നു, അമ്മയുജീബുൽ മുൻതറ ഇദാ ദആഹു, പ്രയാസങ്ങൾ പിടികൂടിയ മനുഷ്യന്, ബുദ്ധിമുട്ടുകൾ വന്ന് എത്തിയ മനുഷ്യന് അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ ആരാണ്? പ്രയാസത്തെ അല്ലാഹു മാറ്റിക്കൊടുക്കുന്നു. അങ്ങനെ അവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണുന്ന ആ അല്ലാഹു, ആ ഇലാഹും അല്ലാഹ്, ആ അല്ലാഹുവിനോടൊപ്പം വേറെയും ഇലാഹുകളുണ്ടോ? ഖലീലൻ മാ തദക്കറൂൻ, അവരിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്ന ആളുകൾ. വീണ്ടും ചോദിക്കുന്നു, അമ്മയഹ്ദീകും ഫീ ളുലുമാത്തിൽ ബർരി വൽ ബഹരി, സമുദ്രത്തിലും കരയിലും നിങ്ങൾ ആ സമുദ്രത്തിന്റെയും അതുപോലെ കരയുടെയും ഒക്കെ ഇരുട്ടുകളിൽ നിങ്ങൾ അകപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വഴി കാണിച്ചു തരുന്നവൻ ആരാണ്? അവന്റെ കാരുണ്യമാകുന്ന മഴയ്ക്ക് മുമ്പായി സന്തോഷ വാർത്ത എന്നവർക്ക് കാറ്റിനെ പറഞ്ഞയക്കുന്നവൻ അവൻ പറഞ്ഞയക്കുന്ന ആരാണ്? ഇലാഹും അല്ലാഹ്. അങ്ങനത്തെ അള്ളാഹുവോടൊപ്പം വേറെയും ചില ഇലാഹുകളുണ്ടോ? തആലല്ലാഹു അമ്മാ യുശ്രികൂൻ, അവർ പങ്കുകാരെ ചേർക്കുന്നതിൽ നിന്ന് അള്ളാഹു മഹോന്നതനാണ്. അമ്മൻ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു, സൃഷ്ടിപ്പ് തുടങ്ങുന്നവനും പിന്നീട് വീണ്ടും മരണാനന്തരം വീണ്ടും ആ മനുഷ്യരെ വീണ്ടും മടക്കിക്കൊണ്ടുവരുന്നവനുമായ അള്ളാഹു. വമൻ യർസുഖുകും മിനസ് സമാഇ വൽ അർളി, ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്കുള്ള ജീവിത വിഭവങ്ങൾ ഒരുക്കിത്തരുന്നവനായ അള്ളാഹു. ഇലാഹും അല്ലാഹ്, ആ അള്ളാഹുവോടൊപ്പം വേറെയും ഇലാഹുകളുണ്ടോ? ഖുൽ ഹാതു ബുർഹാനകും ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഈ അള്ളാഹുവോടൊപ്പം മറ്റു പലരെയും നിങ്ങൾ ദൈവങ്ങളായി സങ്കല്പിക്കുന്നുണ്ട് എങ്കിൽ അതിനുള്ള തെളിവ് നിങ്ങൾ കൊണ്ടുവരൂ. നിങ്ങൾക്ക് എന്ത് പ്രമാണമാണ് അതിന് മുന്നിലേക്ക് വെക്കാനുള്ളത് എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിലെ ഈ 4-5 ആയത്തുകൾ, സൂറത്തു നംലിലെ ഈ 4-5 ആയത്തുകൾ, അത് തുടങ്ങുന്നത് 59-ാമത്തെ ആയത്ത് മുതൽക്കാണ്. 55, 9, 59. ഞാൻ ഈ ആയത്തെ നമ്പർ പറയുന്നത് നമ്മൾ ഖുർആൻ എടുത്ത് ഖുർആന്റെ പരിഭാഷകൾ എടുത്ത് കൃത്യമായി ആയത്തുകളുടെ ആശയവും അർത്ഥവും പഠിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മൾ സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ വിശ്വാസം, നമ്മുടെ തൗഹീദ്, അടിസ്ഥാനപരമായ ആദർശം, അത് യാതൊരുവിധ ശിർക്കിന്റെ യാതൊരുവിധ കടന്നുകയറ്റത്തിനും അവസരം ലഭിക്കാത്ത വിധത്തിൽ അത് കാത്തു സൂക്ഷിക്കാൻ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ആ നിലക്ക് ഖുർആനിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നാം വായിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു ചെല്ലേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഈ ആയത്തിൽ ചോദിക്കുന്ന കാര്യങ്ങൾ വളരെ വിശദമായി പറയേണ്ടതാണ്. ഞാൻ ചില കാര്യങ്ങൾ മാത്രം, വളരെ പ്രസക്തമായ ചില ഭാഗങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഇതിൽ ഈ ആയത്തുകൾക്കിടയിൽ ഒന്നാമതായി അള്ളാഹു ചോദിക്കുന്നത്
ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കുകയും ഉപരിഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വെള്ളമിറക്കി തരികയും അങ്ങനെ ആ വെള്ളം മൂലം സസ്യങ്ങളും വൃക്ഷങ്ങളും ഒക്കെ മുളച്ച് ഭംഗിയുള്ള മനോഹരമായ തോട്ടങ്ങളാക്കി നിങ്ങൾക്ക് അതിനെ സംവിധാനിച്ചു തരികയും ചെയ്തിരിക്കുന്ന അള്ളാഹു, ആ അള്ളാഹുവോടൊപ്പം വല്ല ഇലാഹുമുണ്ടോ? ആ അള്ളാഹുവോടൊപ്പം വല്ല ഇലാഹുമുണ്ടോ? അള്ളാഹു ചോദിക്കുകയാണ്. ആരാണ് ഇലാഹ് എന്ന് പറഞ്ഞാൽ നാം പ്രത്യേകമായി മനസ്സിലാക്കണം. ഇത് എന്റെ ഇലാഹാണ്, ഇത് എന്റെ അള്ളാഹുവാണ് എന്ന് പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് മാത്രം ഒരാളുടെ മുന്നിൽ പ്രാർത്ഥനകളോ നേർച്ചകളോ വഴിപാടുകളോ തവക്കലുകളോ പോലുള്ള കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ അയാളെ ഇലാഹാക്കലാകൂ എന്നാണ് പല ആളുകളും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരാൾ പറയുന്നതോടുകൂടെ, അല്ലെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 1000 തവണ ഒരാൾ പറഞ്ഞാലും, എത്ര ആവർത്തിച്ച് അയാൾ പറഞ്ഞാലും പ്രഖ്യാപിച്ചാലും, അയാളുടെ മനസ്സിന്റെ ഉള്ളിൽ, അയാളുടെ ഉള്ളിന്റെ ഉള്ളിൽ അല്ലാഹുവല്ലാത്ത പലരെയും പലരെക്കുറിച്ചും അള്ളാഹുവിനെ പോലെയുള്ള അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സിഫാത്തുകളും അവന്റെ പ്രത്യേകതകളും ഒക്കെ ഉള്ളവരായി ആരെയെങ്കിലും സങ്കല്പിക്കുന്നുണ്ട് എങ്കിൽ അവരെയൊക്കെയും നാം ഇലാഹാക്കലാണ്. മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെതായ വളരെ പ്രശസ്തമായ ഒരു വചനമുണ്ട്. കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിക അൽഫ് ഇലാഹ്. സത്യവിശ്വാസികളോട് അദ്ദേഹം ചോദിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്? വഫീ ഖൽബിക അൽഫ് ഇലാഹിൻ, നിന്റെ ഹൃദയത്തിൽ 1000 ഇലാഹുകളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ 1000 ഇലാഹുകളുണ്ട്. ഒരുപാട് ഔലിയാക്കന്മാർ, ഒരുപാട് തങ്ങന്മാർ, ഒരുപാട് ബീവിമാർ, സിദ്ധന്മാർ, അങ്ങനെ പലരെയും നീ ഇലാഹായി സങ്കല്പിച്ചിരിക്കുകയാണ്. സങ്കല്പിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കൊടുക്കേണ്ട, അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ട പലതും നീ അവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. നിനക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നീ അവരിലേക്കാണ് അഭയം തേടി പോകുന്നത്. ഇവിടെ പറഞ്ഞല്ലോ, അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദഅാഹു വയക്ഷിഫുസ് സൂഅ. പ്രയാസവും ബുദ്ധിമുട്ടും നിന്നെ പിടികൂടുന്ന സമയത്ത് നിന്റെ ആ പ്രയാസങ്ങൾ നീക്കിത്തരുന്നു. അങ്ങനത്തെ അള്ളാഹു അവനാണോ, അവനോടൊപ്പമാണോ? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ചും മക്കയിലെ മുശ്രിക്കുകൾ, അവരെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, അവർ പ്രയാസം അനുഭവപ്പെടുന്ന, രക്ഷപ്പെടാൻ മറ്റൊരു മാർഗവുമില്ല എന്ന് ബോധ്യപ്പെടുന്ന ഘട്ടങ്ങളിൽ അള്ളാഹുവിനെ മാത്രമായിരുന്നു അവർ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നത്. നമ്മുടെ സമൂഹം ഇന്ന് എവിടെയാണുള്ളത്? പ്രയാസങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ വിട്ടുകൊണ്ട് ഇനി രക്ഷയില്ല, ഇനി മറ്റുള്ളവരിലേ രക്ഷയുള്ളൂ എന്ന ഒരവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹം എത്തിപ്പെട്ടിരിക്കുകയാണ്. എത്രയോ സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നു, വായിക്കുന്നു, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മക്കയിലെ മുശ്രിക്കുകളെക്കാൾ, മക്കാ മുശ്രിക്കുകൾക്കുണ്ടായിരുന്ന വിശ്വാസത്തെക്കാൾ മോശമായ ശിർക്കിലേക്കാണ് ആധുനിക കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾ എത്തിപ്പെട്ടിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമതായി വീണ്ടും ചോദിക്കുന്നത് 63-ാമത്തെ ആയത്തിൽ, അമ്മൻ യഹ്ദീകും ഫീ ളുലുമാത്തിൽ ബർരി വൽ ബഹർ. കടലിലും കരയിലും അതിന്റെ ഇരുട്ടുകളിൽ നീ അകപ്പെട്ടു കഴിഞ്ഞാൽ, മരുഭൂമിയിലെ വിജനപ്രദേശത്ത് നീ എത്തിപ്പെട്ടു, അല്ലെങ്കിൽ സമുദ്രത്തിലാണ് നീ ഉള്ളത്, ഒരുപക്ഷെ നീ കപ്പലിലായിരിക്കാം, അല്ലെങ്കിൽ നീ ഒറ്റക്കായിരിക്കാം, എവിടെയായിക്കൊള്ളട്ടെ, നീ ഒറ്റപ്പെടുന്ന ഒരു സന്ദർഭം ഉണ്ടാവുകയും, എന്നിട്ട് ഖുർആൻ പറയുന്നു, നിനക്ക് വഴിയറിയാത്ത ഒരവസ്ഥയിൽ നീ എത്തിപ്പെട്ടു. അമ്മൻ യഹ്ദീകും, നിനക്ക് വഴി കാണിച്ചു തരുന്നവരാരുണ്ട്? മരുഭൂമിയിൽ വിജനപ്രദേശത്ത് നീ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. എങ്ങോട്ടാണ് പോകേണ്ടത്? താൻ വന്ന വഴി ഏതാണ്? തിരിച്ചു തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിപ്പെടാൻ എന്തുണ്ട് മാർഗമെന്നറിയാതെ, വഴിയറിയാതെ പെട്ടുപോയ ഒരു മനുഷ്യൻ, അയാൾ ഒറ്റക്കാണ്. അല്ലെങ്കിൽ
യാത്ര ചെയ്യുകയാണ്. വഴിക്ക് വെച്ച് വാഹനം കേടുവന്നു. ആരെയും കാണാനില്ല. ഒരു പ്രതീക്ഷയുമില്ലാത്ത, ആരും തന്നെ സഹായിക്കാൻ എത്തുമെന്ന് പ്രതീക്ഷക്ക് വകയില്ലാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് എത്തിപ്പെട്ടു. ആ സമയത്ത് ആരാണ് നിന്നെ സഹായിക്കാനുള്ളത്? ആരാണ് നിന്നെ സഹായിക്കാനുള്ളത്? അവിടെ വെച്ച് മുഹ്യിദ്ദീൻ ശൈഖയെ കാക്കണേ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മമ്പർത്ത തങ്ങളെ കാക്കണമേ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വല്ല മലക്കിനെയും ജിന്നിനെയും വിളിച്ചുകൊണ്ട് എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ അവരാരും സഹായിക്കുകയില്ല. എന്ന് മാത്രമല്ല, അങ്ങനെ പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവോടൊപ്പം മറ്റുള്ളവരെ ഇലാഹാക്കലാണ്. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുകയാണ്. കൃത്യമായി ഈ ഉദാഹരണം തന്നെ ഇവിടെ പറയുന്നു. അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദആഹു, പ്രയാസം അനുഭവപ്പെടുന്ന, നിരാശപ്പെട്ട് എനിക്ക് രക്ഷപ്പെടാൻ മാർഗമില്ല എന്ന് തോന്നുന്ന ആ സമയത്ത് അവനെ ആ പ്രയാസത്തിൽ നിന്ന് അവൻ അകപ്പെട്ടിരിക്കുന്ന ആ പ്രയാസത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടുത്തുന്ന ആ അല്ലാഹു. അതുപോലെ തന്നെ അമ്മൻ യഹ്ദീകും ഫീ ളുലുമാത്തിൽ ബർരി വൽ ബഹരി, സമുദ്രത്തിലും കരയിലുമൊക്കെ ഇരുട്ടിൽ തപ്പിത്തടയുന്ന ഒരു മനുഷ്യൻ, ദുരിതം അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ, അവന് രക്ഷപ്പെടാൻ മാർഗമില്ലാത്ത, ആരും സഹായിക്കാനുള്ള ഒരു സന്ദർഭമില്ലാത്ത ഒരു ഘട്ടത്തിൽ അവൻ പിന്നീട് അദൃശ്യമായ രൂപത്തിൽ, അഭൗതികമായ രൂപത്തിൽ അവന് പിന്നെ സഹായം പ്രതീക്ഷിക്കാനുള്ളത് അള്ളാഹു മാത്രമാണ്. ആ അള്ളാഹുവിനെ വിട്ട് മറ്റുള്ളവരിലേക്ക് തന്റെ പ്രാർത്ഥനകൾ പോവുകയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ പറയുന്നത്, അത്തരം ആളുകൾക്ക് മക്കാ മുശ്രിക്കുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഹുവല്ലദീ യുസയ്യിറുക്കും ഫിൽ ബർരി വൽ ബഹർ, ആ അല്ലാഹുവാണ് കരയിലും കടലിലും നിങ്ങളെ സഞ്ചരിപ്പിക്കുന്നവൻ. ഹത്താ ഇദാ കുന്തും ഫിൽ ഫുൽകി, അങ്ങനെ നിങ്ങൾ ഒരു കപ്പലിൽ കയറി യാത്ര ചെയ്യുകയാണ്. വജറൈന ബിഹിം ബിരീഹിൻ തയ്യിബ, നല്ല കാറ്റ്. സമുദ്രത്തിൽ വിശുദ്ധ ഖുർആന്റെ കാലഘട്ടത്തിലൊക്കെ കാറ്റിന്റെ ഗതി അനുസരിച്ചുകൊണ്ട് ആ കാറ്റിന്റെ സഹായത്താലായിരുന്നു കപ്പൽ യാത്ര ചെയ്തിരുന്നത്. അങ്ങനെ യാത്രക്കനുകൂലമായ നല്ലൊരു കാറ്റ് അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്ന അനുകൂലമായ അന്തരീക്ഷം, അനുകൂലമായ ഒരു സാഹചര്യം. അങ്ങനെ ആ കപ്പൽ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവർ സന്തോഷിക്കുകയാണ്. തങ്ങളുടെ സുരക്ഷിതമായ യാത്രയിൽ അവർ സന്തോഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ആ സമയത്താണ് ഒരു കഠിനമായ ഒരു കൊടുങ്കാറ്റ് വരികയും അതോടൊപ്പം തിരമാലകൾ വന്ന് ആ കപ്പലിനെ മൂടുകയും ചെയ്തപ്പോൾ അങ്ങനെ അവരതാ അകപ്പെട്ടു പോയിരിക്കുന്നു, അവർക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല എന്ന ഒരവസ്ഥയിലേക്ക് അവരെത്തിയപ്പോൾ നിഷ്കളങ്കമായി കൊണ്ട് അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. ആര്? വിശുദ്ധ ഖുർആന്റെ അവതരണ കാലഘട്ടത്തിലുള്ള മുശ്രിക്കൂൻ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ ബഹുദൈവ വിശ്വാസികൾ എന്ന് അഭിസംബോധനം ചെയ്ത ആളുകളുടെ അവസ്ഥയെ കുറിച്ചാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. അവർക്ക് സന്തോഷകരമായ ഒരു യാത്ര മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന കൊടുങ്കാറ്റിൽ അകപ്പെട്ട് കപ്പൽ അവിടെ യാത്ര മുന്നോട്ട് പോകില്ല, അപകടപ്പെടുമെന്ന് ഭയപ്പെടുന്ന ഒരു ഘട്ടത്തിൽ അവർ അള്ളാഹുവിനെ വിളിച്ച് മാത്രമാണ് അവർ പ്രാർത്ഥിച്ചിരുന്നത്. ലാത്തയെയോ ഉസ്സയെയോ മനാത്തയെയോ മലക്കുകളെയോ ജിന്നുകളെയോ ഔലിയാക്കന്മാരെയോ തങ്ങന്മാരെയോ ബിവിമാരെയോ ജ്യോത്സ്യന്മാരെയോ ആരെയും അവർ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നില്ല. മറിച്ച് അവർ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എന്ന് മാത്രമല്ല അവർ പറയും, ഞങ്ങൾ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ നാഥ, അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിച്ചുകൊണ്ട് പറയുകയാണ്, ഈ പ്രയാസത്തിൽ ഞങ്ങൾ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ നന്ദിയുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാം അള്ളാഹുവേ എന്ന് മക്കയിലെ മുശ്രിക്കുകൾ പ്രയാസങ്ങളുടെ ഘട്ടങ്ങളിൽ പറയാറുണ്ടായിരുന്നു എന്നാണ്. ആലോചിച്ച് നോക്കുക പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ. ഏകദൈവ വിശ്വാസത്തിന്റെ തൗഹീദിന്റെ
ആ അടിത്തറയിൽ നിൽക്കുന്ന സത്യവിശ്വാസികളായ നമ്മൾ, നമ്മുടെയൊക്കെ വിശ്വാസത്തിൽ വന്നുകൂടുന്ന അബദ്ധങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നമ്മിലേക്ക് കടന്നു വരുന്ന ശിർക്ക്പരമായ വിശ്വാസങ്ങൾ, അതിന്റെ അപകടം നാം തിരിച്ചറിയേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് ഓതുമ്പോൾ ചില മുഫസ്സിറുകൾ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഇലാഹും അല്ലാഹ് എന്ന ആ അള്ളാഹുവിന്റെ ചോദ്യത്തിന് ഉത്തരമായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരാരാധ്യനുമില്ല എന്ന് പ്രഖ്യാപിക്കാറുണ്ടായിരുന്നു. അതിന്റെ ഒരു പ്രതികരണം എന്ന നിലയ്ക്ക് എന്ന് ചില മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായിരുന്നാലും നമ്മുടെയൊക്കെ നമ്മൾ നമ്മളോട് ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമാണിത്. നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തോടുകൂടെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. എനിക്കൊരു പ്രയാസത്തിൽ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ, ഞാനല്ലാതെ മറ്റാരും ഇല്ലാത്ത ഒരിടത്ത് ഞാൻ എത്തിപ്പെട്ടു, അല്ലെങ്കിൽ ആരുടെ സഹായം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയിൽ ഞാൻ അകപ്പെട്ടു കഴിഞ്ഞു. എനിക്ക് എന്നെ സഹായിക്കാൻ അഭൗതികമായി ഇവിടെ ഒന്നുമില്ല, ഇവിടെ ആരുമില്ല. മലക്കില്ല, ജിന്നില്ല, വലിയില്ല, തങ്ങളില്ല, ബീവിയില്ല, ഒരാളുമില്ല. എന്റെ റബ്ബല്ലാതെ മറ്റാരും എന്നെ സഹായിക്കാനില്ല. അള്ളാഹുവിനോടല്ലാതെ എന്റെ സഹായങ്ങൾ ഞാൻ ചോദിക്കാനും പാടില്ല ഈ സന്ദർഭത്തിൽ. അതാണ് യഥാർത്ഥ തൗഹീദ്. അതുകൊണ്ട് അത്തരം ഘട്ടങ്ങളിൽ നാം ചോദിക്കണം, അ ഇലാഹും അല്ലാഹ്, അള്ളാഹുവോടൊപ്പം വിളിച്ചു പ്രാർത്ഥിക്കാൻ ഇനി വല്ല ഇലാഹും എനിക്കുണ്ടോ? ഇല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്ന് പറയാനും അതാണ് എന്റെ വിശ്വാസം എന്ന് പ്രഖ്യാപിക്കാനും അതനുസരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ തൗഹീദിന്റെ ആളുകളാകുന്നത്. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളാകുന്നത്. അവിടെ വേറെ ഒരു സംശയത്തിനുള്ള വകയുമില്ലാത്ത വിധം അത് കൃത്യമായി മനസ്സിലാക്കാനും തിരിച്ചറിയാനും നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടെ ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തും അത് കൃത്യമായി പഠിച്ചും മനസ്സിലാക്കിയും ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് വീണ്ടും ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില ഘട്ടങ്ങളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുക, നമ്മൾ അവരോട് പ്രാർത്ഥിക്കല്ല, നമുക്ക് വേണ്ടി അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ചില ഘട്ടങ്ങൾ. ഇത് ഒരുപാട് ഹദീസുകളിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളുണ്ട്. അതിന്റെ ഹദീസുകളുടെ വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല, ആ കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അത് വളരെയേറെ ഉപകാരപ്പെടുന്ന, കാരണം മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ, മലക്കുകളുടെ പ്രാർത്ഥന അത് അള്ളാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന മഹാഭാഗ്യം. അപ്പൊ ആ ഒരു അവസരം നമുക്ക് ലഭിക്കാനുള്ള ഏതൊക്കെയാണ് ആ സന്ദർഭങ്ങൾ? ഒന്ന് വളരെ ചുരുക്കേണ്ടി പറയുകയാണ്. നമസ്കാരത്തില് ഒന്നാമത്തെ സഫിൽ നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണത്. എപ്പോഴും ഒരു വാശിയോടുകൂടെ, മത്സരത്തോടുകൂടെ എനിക്ക് ഒന്നാമത്തെ സഫിൽ തന്നെ സ്ഥാനം കിട്ടണം എന്ന ആ ഒരു ആലോചന, ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒന്നാമത്തെ സഫില് ആള് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ സഫിൽ നമുക്ക് സ്ഥാനം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഒന്നാമത്തെ സഫിൽ കിട്ടണമെങ്കിൽ നമ്മൾ നേരത്തെ വന്നിരിക്കണം. അപ്പൊ അങ്ങനെ ഒന്നാമത്തെ സഫിൽ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നാണ്. അതുപോലെ തന്നെ
عند جلوسك في المسجد بعد الانتهاء من الصلاة. നമസ്കാരം കഴിഞ്ഞാൽ പള്ളിയിൽ ഇരിക്കുക. വളരെ പെട്ടെന്ന് എണീറ്റു പോകുന്ന ആ ഒരു ശീലം, അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഉണ്ടാകാം, പോകേണ്ടതുണ്ടാകാം, അത് മറ്റൊരു വിഷയം. എന്നാൽ നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ എഴുന്നേറ്റ് പോവുക എന്നൊരു പതിവ്, അങ്ങനെ നാം ആകാൻ പാടില്ല. നമസ്കാരം കഴിഞ്ഞാൽ പ്രാർത്ഥനകളുണ്ട്, അനുബന്ധമായി നമ്മൾ ചൊല്ലേണ്ടുന്ന ദിക്റുകളുണ്ട്, ഒക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ ചൊല്ലി ശേഷമുള്ള സുന്നസ്കാരങ്ങളൊക്കെ നിർവഹിച്ച് കുറച്ചു സമയം അങ്ങനെ പള്ളിയിൽ തന്നെ നാം കഴിച്ചു കൂട്ടുക എന്നുള്ളത് അത്തരം ആളുകൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താ ഇയാദത്തി മരീദിൻ, ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ, ആ രോഗി ആരാവട്ടെ, നമ്മളൊക്കെ ചിലപ്പോ കുടുംബക്കാര്, പരിചയക്കാര്, അയൽവാസികൾ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ. ചില ഇന്നത്തെ കാലഘട്ടത്തിൽ അതുപോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ രോഗികളെ സന്ദർശിക്കുക, ആരാവട്ടെ, ഒരു രോഗിയെങ്കിലും നമ്മൾ ദിവസം സന്ദർശിക്കുക. നമ്മുടെ പരിചയത്തിൽ ആരുമില്ലേ? അടുത്ത ആശുപത്രിയിൽ പോയാൽ നമുക്ക് എത്രയോ രോഗികളെ കാണാൻ കഴിയും. നമുക്ക് പരിചയമില്ലാത്ത, പേരറിയാത്ത, ആരാണെന്നറിയാത്ത. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ ഒരിക്കൽ ചോദിച്ചല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോടല്ല, സഹാബിമാരോടായി ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് രോഗികളെ സന്ദർശിച്ചാരാണ്? കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പൊ എല്ലാറ്റിനും ഞാൻ എന്ന് പറയാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞു എന്നാണ് നമുക്കറിയാവുന്ന ചരിത്രമാണ്. അപ്പോ രോഗികളെ സന്ദർശിക്കുക. അതുപോലെ തന്നെ എന്ത് സിയാറത്തി അഖില്ലക ഫില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലായി കൊണ്ടുള്ള നിന്റെ ഒരു സഹോദരനെ സന്ദർശിക്കുക. നമ്മുടെ കൂട്ടുകാര്, ആ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സൗഹൃദമായിരിക്കണം. അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി അവരുമായി സൗഹാർദ്ദത്തിൽ നാം കഴിഞ്ഞുകൂടുന്നു, ഒന്നിച്ച് പള്ളിയിൽ വരുന്നു, നല്ല കാര്യങ്ങളിലൊക്കെ ഒന്നിച്ച് അവർ പ്രവർത്തിക്കുന്നു. അത്തരത്തിലുള്ള നല്ല കൂട്ടുകാരുമായി നമ്മൾ അവരെ സന്ദർശിക്കുക. ഒരു ദിവസം കാണാനില്ലേ, അല്ലെങ്കിൽ അപ്പൊ എന്തായി, എവിടെ, അയാളെ വീട്ടിൽ പോവുക, അല്ലെങ്കിൽ അയാളുടെ ജോലി എവിടെയാണോ അയാളെ സന്ദർശിക്കാൻ കഴിയുക, അങ്ങനെ സന്ദർശിച്ചുകൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ നിന്റെ സഹോദരന് വേണ്ടി അയാളുടെ അസാന്നിധ്യത്തിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരാകാം, അല്ലാത്തവരാകാം. അപ്പൊ അവർക്ക് വേണ്ടി അവരുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കൽ പ്രത്യേകം ദുആക്ക് ഉത്തരം കിട്ടുമെന്നാണ്. അപ്പൊ നമ്മുടെ സഹോദരൻ, അയാള് അസുഖമായി കിടക്കുന്നു, അല്ലെങ്കിൽ അയാൾക്ക് മറ്റെന്തെങ്കിലും ഒരു പ്രയാസമുണ്ട്, നമ്മളത് അറിഞ്ഞു, അയാൾ പക്ഷെ നമ്മോട് ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിരിക്കാം, ഇല്ലാതിരിക്കാം. എന്തായിരുന്നാലും അയാളുടെ അസാന്നിധ്യത്തിൽ, അയാളുടെ സാന്നിധ്യത്തിലല്ല, അയാൾ അറിയാതെ അയാളുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട്, അള്ളാഹുവേ, എന്റെ സഹോദരൻ ഇന്ന ആൾക്ക് നീ പുറത്തു കൊടുക്കണമേ, അയാളുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കണമേ, അയാളുടെ രോഗം മാറ്റിക്കൊടുക്കണമേ എന്നിങ്ങനെ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മറ്റൊന്ന്, ആളുകൾക്ക് ഖൈറായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. നമ്മളെ കൊണ്ടറിയുന്ന, അത് വലിയ പണ്ഡിതനോ വലിയ പ്രാസംഗികനോ വാഗ്മിയോ ഒന്നും ആകണമെന്നില്ല, നമുക്കറിയാവുന്ന എന്തൊരു നന്മയുണ്ടെങ്കിലും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നാണ്. അതുപോലെ തന്നെ ശുദ്ധിയോടുകൂടെ കിടന്നുറങ്ങുക. രാത്രി കിടക്കാൻ പോകുമ്പോൾ ഒന്നുണ്ടാക്കി കിടക്കുക. ഒന്നുണ്ടാക്കി കിടന്നു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നാണ്. അതുപോലെ തന്നെ തനാവുലിക സുഹൂർ, അത്താഴം കഴിക്കുമ്പോൾ, റമദാൻ വരാൻ പോവാണ്. അത്താഴം എന്ന് പറഞ്ഞാൽ അത് പകല് വിശപ്പില്ലാതിരിക്കാനും ക്ഷീണമില്ലാതിരിക്കാനും വേണ്ടി കഴിക്കുന്ന ഒരു കാര്യം മാത്രമല്ല. അങ്ങനെ ഒരു ഉപകാരം അതുകൊണ്ടുണ്ട്. പക്ഷെ അതിലപ്പുറം അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ്. അങ്ങനെ അത്താഴം കഴിക്കുന്നത് അള്ളാഹുവിന്റെ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് അവസരമുണ്ടാക്കി തരുന്നതാണ്. 8 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതിനപ്പുറവും ഹദീസുകൾ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും നമ്മുടെ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അതിൻ്റെതായ
ഗുണം നമുക്ക് ലഭിക്കും ഈ ലോകത്തും പരലോകത്തും. മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പരലോകത്തേക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ഐഹികമായ ജീവിതത്തിൽ നന്മക്ക് വേണ്ടിയും അതിനുപരി മരണാനന്ത ജീവിതത്തിന് വേണ്ടിയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ബഹുമാന്യനായ പണ്ഡിതൻ എം മുഹമ്മദ് മദനി, അദ്ദേഹം മരണപ്പെട്ട വിവരം നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അള്ളാഹു അദ്ദേഹത്തിന്റെ മരണാനന്തര ജീവിതത്തിൽ അള്ളാഹുവിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി അദ്ദേഹത്തിന്റെ പാപങ്ങളും പോരായ്മകളും ഒക്കെ അള്ളാഹു മാപ്പാക്കി കൊടുത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി നമ്മയും അദ്ദേഹത്തെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും അതുപോലെ സഹപ്രവർത്തകർക്കുമൊക്കെ ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങൾ അള്ളാഹു ലഘൂകരിച്ചു കൊടുക്കുകയും അദ്ദേഹത്തിന്റെ ദറജയെ, പദവിയെ അള്ളാഹു ഉയർത്തിക്കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. അതുപോലെ ഈ അടുത്ത നാളുകളിലായി മരണപ്പെട്ടു പോയ എല്ലാ ആളുകൾക്കും അള്ളാഹു പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. രോഗങ്ങളും മറ്റുമൊക്കെ പ്രയാസം അനുഭവിക്കുന്ന എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളെയും അള്ളാഹു ദൂരീകരിച്ച് സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.